ഗോൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്നോട് കുറേ ഫ്രണ്ട്സൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇടാനായിട്ട്. ഒത്തിരി ഒന്നുമില്ല കേട്ടോ, ഒത്തിരി പ്ലാന്റ്സ് ഒന്നുമില്ല, ഉള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്ന പ്ലാന്റിൻ്റെ നെയിം യെല്ലോ പാം എന്നാണ്. ഇത് നല്ലതുപോലെ തഴച്ച് വളരുന്നതാണ്, അതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിലൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ നെയിം കോളസ് ആണ് കേട്ടോ. ഇത് നല്ല വെയിൽ കിട്ടുവാണെങ്കിൽ സെൻറ്ററിൽ കാണുന്നില്ലേ, അതൊക്കെ നല്ല ഡാർക്കായിട്ട് വരും. ഇത് മിനിയേച്ചറിൻ്റെ അരളിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. കുറച്ച് ഹാങ്ങിങ്സ് നോക്കാം കേട്ടോ. ഇതിൻ്റെ നെയിം ഫിറ്റോണിയാണ്. ഇത് 2 വെറൈറ്റി കളേഴ്സാണ് എനിക്കുള്ളത്. ഇതൊന്ന് നല്ല ഡാർക്ക് ഗ്രീനും അതിലും ചെറിയ വെൽവെറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറിലുള്ള ഫ്ലവേഴ്സും വരുന്നുണ്ട്. കാണാൻ നല്ല ഒരു കോമ്പിനേഷനുള്ള ഒരു ഹാങ്ങിങ്സ് ആണ് കേട്ടോ ഇത്. ഇതിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല, അത്യാവശ്യത്തിന് മാത്രം മതി. പിന്നെ വെയിൽ കൊള്ളാൻ പാടില്ല, ഇൻഡോർ ആയതുകൊണ്ട് വെയിൽ അധികം അടിക്കാൻ പാടില്ല. ഇത് പാൻഡനസ് ആണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ടെക്സ്ചറിലാണ് വരുന്നത്. നമ്മൾ കാണുമ്പോൾ ആ ഒരു ഇതാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. നല്ല ബുഷി ടൈപ്പായിട്ട് വളരുന്നതാണ്. ഈ ഒരു ചെടിയുടെ നെയിം എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം നല്ല റെഡും പിന്നെ പുറം ഭാഗം ഒരു ഗ്രീൻ ടൈപ്പിലാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ലെങ്തിൽ പോകുന്ന ഒന്നാണ് കേട്ടോ. ഞാനിത് ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചേക്കുവാണ്. ഇത് വൈറ്റ് പോത്തസ് ആണ്, അതായത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും. ഇത് ചൈനീസ് ഗ്രാസ് ആണ്. അതായത് നല്ല ബുഷി ടൈപ്പിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ് ഇതിൻ്റെ ആ ഒരു ഭംഗി കൂട്ടുന്നത്. ഇത് നമ്മുടെ ഹോമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ലതൊന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എക്സോകാറിയാണ് കേട്ടോ. ഇത് നല്ല ബുഷി ആയിട്ട് വരത്തില്ല, പക്ഷേങ്കിൽ നല്ല ലെങ്തായിട്ട് വളർന്ന് പോകുന്ന ഒന്നാണ് ഈ എക്സോകാറി എന്ന് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട പാൻഡനസ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഇതിൽ ചെറിയൊരു ഫ്ലവർ വരുന്നുണ്ട്. തീരെ ചെറുതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. എക്സോകാരിയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ അടിഭാഗം, ലീഫിൻ്റെ അടിഭാഗം നല്ല റെഡും അതിൻ്റെ പുറം ഭാഗം ഗ്രീനിഷും ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പിന്നെ ഇതിലൊരു വൈറ്റ് കളർ ചെറിയ ഫ്ലവറും വരുന്നുണ്ട്. അത് കാണാനും കുറച്ച് ഭംഗിയുള്ള ഫ്ലവറാണ്. അത്രയ്ക്ക് വലുതൊന്നുമില്ല, ഒരു ചെറിയ സൈസാണ് കേട്ടോ. ഇതിൻ്റെ ലീഫാണ് ശരിക്കും ഇതിന് ഭംഗി കൊടുക്കുന്നത്. ഇതും അത്യാവശ്യം ബുഷി ടൈപ്പാണ് കേട്ടോ. ഇത് നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണ്, ഫിറ്റോണിയുടെ വേറൊരു ടൈപ്പാണ്. ഇനി നമുക്ക് നമ്മുടെ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള കുറച്ച് പ്ലാന്റ്സ് ഒന്ന് നോക്കാം. ഇതൊക്കെ ഇൻഡോറാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഫസ്റ്റ് കാണുന്നത് ഇത് പ്രെയർ പ്ലാന്റ് ആണ്. പ്രെയർ പ്ലാന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ സെൻറ്ററൊക്കെ ചെറിയ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഇത് സിങ്കോണിയാണ് കേട്ടോ, മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന സിങ്കോണിയം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു ചെറിയൊരു ഷെയ്ഡ് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഭംഗിയുള്ളൊരു ലീഫാണ് കേട്ടോ. ഇതിൻ്റെ നെയിം ബിഗോണിയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു സ്പഞ്ചി ടൈപ്പാണ് അതിൻ്റെ ലീഫ്. ഇത് നേരത്തെ കണ്ട സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഗ്രീൻ ഫോണിൻ്റെ ആ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. ശരിക്കും ഇത് അതിൻ്റെ ലീഫ് ആ ഒരു പുളിയിലയുടെ അത്രയും വരുന്നുള്ളൂ, പക്ഷേങ്കിൽ കാണാൻ നല്ല രസമുള്ളതാണ്. ഇത് പ്രെയർ പ്ലാന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് കണ്ടതിൽ കുറച്ചൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിലും ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് അരച്ച് വിട്ട പോലെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഈ കാണുന്നത് പെപ്പറോമിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. പെപ്പറോമിയിൽ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ഗ്രീനും പിന്നെ സൈഡിൽ വൈറ്റിഷുമാണ് വരുന്നത്. ഇതും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം കണ്ട ആ ബെഗോണിയുടെ കുറച്ചൊരു വെറൈറ്റിയാണ്. ചെറിയ ഡോട്ടാണ് ഇതിൽ ആ ഒരു വരുന്നത്. ഇത് കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പൈനാപ്പിൾ പ്ലാന്റ് ആണ്. അതിൽ ചെറിയതായിട്ടുള്ള പൈനാപ്പിൾ വരാറുണ്ട്, കഴിക്കാൻ പറ്റുന്നതല്ല കേട്ടോ, പ്ലാന്റ് ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ.
ഇത് വേറൊന്നുമല്ല, റെഡ് അഗ്ലോണിമയാണ്. അതായത് അതിൻ്റെ സെൻറ്ററിലും സൈഡിലുമൊക്കെ ഒരു റെഡ് കളർ കൊണ്ട് ഷെയ്ഡ് കൊടുത്തതുപോലെ ഇരിപ്പുണ്ട്. സോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. ഇത് നമ്മൾ ആദ്യം കണ്ടതുപോലെ സിങ്കോണിയത്തിൻ്റെ വെറൈറ്റീസാണ്. സിങ്കോണിയത്തിൻ്റെ കുറച്ചധികം വെറൈറ്റീസ് ഇട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ നെയിം ഫിലഡെൻഡൻ ബ്രോക്കൺ ഹാർട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ലീഫ് ശരിക്കും ഒരു ബ്രോക്കൺ ആയതുപോലെയാണ്. ഇതിങ്ങനെയാണ്. ഇത് അല്ലാതെ വണ്ടോ അങ്ങനെയൊന്നും കടിച്ചതല്ല കേട്ടോ. ഇത് ക്രീം സിങ്കോണിയാണ്. അതായത് ഗ്രീനും ആ ഒരു ക്രീം കളറും കൂടി മിക്സായി വരുന്നുണ്ട്. ഇത് സാധാരണ സിങ്കോണിയത്തിൽ കുറച്ചൊരു വെറൈറ്റീസാണ് കേട്ടോ. ഇതും സിങ്കോണിയാണ്. ഈ കാണുന്നത് ഗോൾഡൻ മണി പ്ലാന്റ് ആണ്. ഇതൊരു സക്കലൻ്റ് ആണ് കേട്ടോ. ഇതിന് പ്രൊപ്പഗേഷൻ ഒരിച്ചിരി പാടാണ്. അധികം വെള്ളമൊന്നും പാടില്ല. അങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇപ്പോൾ കാണുന്ന ഇത്രയും ചെടികളാണ് നമ്മൾ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഹാങ്ങിങ്സൊക്കെ പ്രത്യേകം കെയർ വേണം. അതായത് ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ഏൽക്കാൻ പാടില്ല. അഥവാ വെയിലേറ്റാൽ തന്നെ വേഗം അങ്ങ് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് കരിഞ്ഞും പോകും. സോ ഇത് മാക്സിമം ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതാ ഈ ചെടിയൊക്കെ ശരിക്കും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇതാണ്, അതിന് ആ ഒരു ടെക്സ്ചറാണുള്ളത്. സോ ഇതൊക്കെ വെയിലടിച്ചു കഴിഞ്ഞാൽ വേഗം അങ്ങ് വാടിപ്പോകുന്നുണ്ട്. സോ അത്യാവശ്യം വെള്ളം വേണം. എന്നാൽ വെള്ളം ഒത്തിരി അങ്ങ് കൂടാനും പാടില്ല. കൂടിപ്പോയാൽ പെട്ടെന്ന് അഴുകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഒരു അല്പം ഡിഫിക്കൽട്ടാണ്. എന്നാലും അത്രയും ഡിഫിക്കൽട്ടല്ല. ആ ഒരു രീതിയിൽ കെയർ ചെയ്യുന്നവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ അതായത് പോലെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂവൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ശരിക്കും ഒരു ഭംഗിയുണ്ടാവും. ഈ ലീഫ് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. സോ നിങ്ങൾ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലത്തെ ലീഫ് വരുന്ന സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വീടിന് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഗാർഡനിൽ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലീഫി ടൈപ്സ് വരുന്നതാണ്. അതായത് അധികം പൂവ് ഉണ്ടാവാത്ത ചെടികളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ മണി പ്ലാന്റും അങ്ങനത്തെയാണ് കുറേ ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗേറ്റ് ലൈറ്റ് വരുന്ന ഭാഗത്താണ് ഈ ഒരു ചെടി വച്ചിട്ടുള്ളത്. ഇതിൻ്റെ നെയിം ശരിക്കും അറിയത്തില്ല. പക്ഷേങ്കിൽ ആ ലീഫ് ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചതുപോലെയൊക്കെ ഉണ്ട്. കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ലീഫാണ് ഇത്. നല്ല രീതിയിൽ ഇങ്ങനെ ലോങ് ആയിട്ട് പോകുന്നതാണ്. അധികം ബുഷി ടൈപ്പ് അല്ല കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു ബൗളിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഗേറ്റിൻ്റെ റൈറ്റ് സൈഡുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് അവിടെ ഹാങ്ങിങ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് ടർട്ടിൽ വൈനാണ്. ഇത് അത്യാവശ്യം നല്ല ബുഷി ടൈപ്പിൽ നല്ല ലെങ്തിലും വരുന്ന ഒന്നാണ്. ഇത് വീടൊക്കെ മനോഹരമാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. ഈ ഹാങ്ങിങ്സിൻ്റെ നെയിം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഈ കാണുന്നത് അത് റെഡിൽ കാണുന്നത് പ്രെയർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ആ ഒരു ലീഫൊക്കെ അകത്തോട്ട് ഫോൾഡായതുപോലെയാണ് കാണുന്നത്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. നല്ല ലെങ്തിലാണ് വരുന്നത്. നമ്മുടെ ഹെയറൊക്കെ വരുന്ന പോലെ നല്ല ലെങ്തിലാണ് കേട്ടോ അത് വരുന്നത്. ഇത് 2 പോട്ട് ചേർത്ത് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോത്തസ് ആണ് കേട്ടോ. ഇതൊരു ലാഡർ പോലെ ചെയ്തിട്ടാണ് ഈ ഒരു പോത്തസിൻ്റെ അത്രയും വെറൈറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ലാഡർ പോലെ ചെയ്തിട്ട് പോട്ടൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. കാരണം നല്ലതുപോലെ ഒന്ന് ഹാങ്ങായി പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടോ ഇതുപോലെ. ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. സ്പൈഡർ പ്ലാന്റും പോത്തസും കൂടിയാണ് ജസ്റ്റ് മിക്സാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്താലും വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇത് സെക്കൻഡ് തട്ടാണ് കേട്ടോ. അത് പോത്തസാണ്. ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്താലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും.
സ്പൈഡർ പ്ലാന്റും പോത്തസും ഒക്കെ കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഈ സ്പൈഡർ പ്ലാന്റിൽ ഒരു ചെറിയ ഫ്ലവർ വരുന്നുണ്ട്, ഒരു ചെറിയ വൈറ്റ് കണ്ടോ, ചെറുതായിട്ടാണ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലേഡറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ബോട്ടിൽസൊക്കെ എടുത്ത് അതിൽ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ മണ്ണൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒത്തിരി സ്പേസൊന്നും ഇല്ലാത്തവർ, വീട്ടിൽ ഒത്തിരി സ്പേസ് ഇല്ലാത്തവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം. ഇതൊക്കെ നല്ല ഐഡിയാസാണ് കേട്ടോ. നിങ്ങൾക്കിതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡുള്ളതിൽ കുറച്ച് ചെടികൾ നോക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്കിനി അതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇത് ഈ കാണുന്നത് അരളിയാണ്. അരളിയുടെ ഒരു ടൈപ്പാണ്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഒന്ന് ഫോൾഡ് ആയതുപോലത്തെ ലീവ്സാണ് ഇതിലുള്ളത് കേട്ടോ. ഈ കാണുന്നത് ബോസ്റ്റൺ ഫേണാണ്. ഇത് നമ്മുടെ സാധാരണ പറമ്പിലൊക്കെ കാണുന്നതിൻ്റെ കുറച്ചൊന്ന് വെറൈറ്റിയാണ്. അച്ചടി എന്നൊക്കെ പറയാറുള്ള ആ ഒരു ചെടിയുടെ ഒരു ചെറിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മൾ ആദ്യം ഒരു ചെടി കണ്ടായിരുന്നല്ലോ, ബെഗോണിയ. ആ ബെഗോണിയയുടെ ഒരു വെറൈറ്റിയാണ് ഇത്. സെൻറ്ററിൽ ഗ്രീനും പിന്നെ സൈഡിൽ ആ ഒരു വൈറ്റിഷും വരുന്നത്. ഈ ഒരു ചെടിയുടെ നെയിം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ കിളിർത്ത് വരുമ്പോൾ യെല്ലോയിഷും പിന്നെ കുറച്ചൊന്ന് ഇല മെച്യൂരിറ്റി ആകുമ്പോൾ ഗ്രീനായിട്ട് മാറാറുണ്ട്. ഈ കാണുന്നത് മെക്സോകാർണയുടെ ഒരു വെറൈറ്റിയാണ്. അതായത് കിളിർത്ത് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കളറും പിന്നെ ആ ലീഫ് ഒന്ന് മെച്യൂരിറ്റി ആകുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ ആവാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊരു യെല്ലോയിഷും പിന്നെ മെച്യൂരിറ്റി ആകുമ്പോൾ നല്ല ഡാർക്കിലുള്ള ഗ്രീൻ ആകാറുണ്ട്. ഇതിൽ വേറെ ഫ്ലവറോ അങ്ങനെയൊന്നുമില്ല, ഈ ജസ്റ്റ് ലീഫ് മാത്രമാണ് കേട്ടോ. ഇത് നമ്മുടെ സിറ്റൗട്ടിൽ വീടിലോട്ട് അകത്തോട്ട് കയറുന്ന ഭാഗത്ത് വെച്ചിട്ടുള്ളതാണ്. കോലസ് ആണ് കേട്ടോ, റെയിൻബോ കോലസ്. ഒരു 3-4 കളേഴ്സ് ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഈ കാണുന്നത് ടട്ടിൽ വൈനാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.